എൻ്റെ പേര് മഞ്ജു. ദൈവത്തിനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മളുടെ ചുറ്റോടിയായിട്ട് ഒരുപാട് ദൈവങ്ങളെ, ഒരുപാട് മതങ്ങളെ കാണാൻ പറ്റും അല്ലേ? എന്താണ് അവരും നമ്മളും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ്? എന്താണ് ഈ ലോകവും നമ്മളും തമ്മിലുള്ള ഡിഫറൻസ്? ദൈവത്തിൻ്റെ പ്രസൻസ് അല്ലേ? നമ്മളുടെ ദൈവം യേശു ക്രിസ്തു, ജീവിക്കുന്നവനായിട്ടുള്ള യേശു ക്രിസ്തു അല്ലേ? ജീവിക്കുന്ന ദൈവം ഒന്നേ ഉള്ളൂ. ഈ ലോകത്തിൻ്റെ കണ്ണിൽ പല ദൈവങ്ങളുണ്ടെങ്കിൽ പോലും പക്ഷെ മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് അല്ലെ, മരണത്തിന്റെയും പാതാളത്തിന്റെയൊക്കെ കീ കയ്യിലുള്ളവൻ ഒരാൾ മാത്രമുള്ള യേശുക്രിസ്തു. ആ യേശുക്രിസ്തു നമുക്ക് വാക്ക് തന്നിരിക്കുകയാണ്, ഒരിക്കൽ പോലും നമ്മൾ ഉപേക്ഷിച്ച് കളയത്തില്ല എന്ന്. നമ്മളുടെ കൂടെയുള്ള ദൈവം യേശുക്രിസ്തു മാത്രമാണ്. ആ യേശുവിന്റെ പ്രസൻസ് മാത്രമാണ് നമ്മളെ മറ്റുള്ളവരുമായിട്ട് തിരിക്കുന്നത് അല്ലെ. ലോകത്തിന്റെ കണ്ണില് നമ്മള് വ്യത്യസ്തരായിരിക്കണമെങ്കിൽ, എന്തുകൊണ്ടാണ് ഈ വ്യക്തികൾ ഇങ്ങനെ വ്യത്യസ്തരായിരിക്കുന്നത് എന്ന് അവർക്ക് തോന്നണമെങ്കിൽ, നമ്മൾ ദൈവത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ജീവിക്കുകയും ദൈവത്തിന്റെ പ്രസൻസ് ഈ ലോകത്തിന് മുമ്പിൽ എക്സിബിറ്റ് ചെയ്യുകയും ചെയ്യുന്നവരായിരിക്കണം. അപ്പൊ ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ അംബാസഡേഴ്സ് ആയി തീരുക തന്നെ ചെയ്യും നമ്മൾ അല്ലെ. അപ്പൊ അതിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ഗ്ലോറി ക്യാരിയേഴ്സ് ആയിട്ട്, ദൈവത്തിന്റെ ഗ്ലോറി, മഹിമ വഹിക്കുന്ന വ്യക്തികളാകുന്നതിന് വേണ്ടി, ഈ ലോകത്തിൽ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടി അല്ലെ, ലോകത്തിൽ യേശുക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി, സൺസ് ഓഫ് ഗോഡ് ആയിരിക്കുന്നതിന് വേണ്ടി അല്ലെ, അതിനായിട്ടാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ പ്രസൻസ് ക്യാരി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നമ്മൾ അല്ലെ. അതിനായിട്ട് നമ്മൾക്ക് ജീവിക്കുക. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത്. മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങയുടെ മഹത്വത്തിനായിട്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ പ്രസൻസിനായിട്ട്, അങ്ങയുടെ ഗ്ലോറിക്കായിട്ട്, അങ്ങയുടെ കരുണയ്ക്കായിട്ട്, ഒരിക്കലും പറ്റിപ്പോകാത്ത സ്നേഹത്തിനായിട്ട്, എല്ലാത്തിനായിട്ട് നന്ദി പറയുക കർത്താവെ. അങ്ങനെ പോലെ ഒരു ദൈവമില്ല എന്നുള്ളതിനായിട്ട് കർത്താവ് നന്ദി പറയുന്നു. ഓ ലോർഡ് ജീസസ് മസ്റ്റ്, ഞങ്ങൾ തേടി വന്നത്, ഞങ്ങൾ അങ്ങനെ തേടി വന്നതല്ല, അങ്ങ് ഞങ്ങളെ തേടി വന്നതാ. അങ്ങേ ഞങ്ങളെ സ്നേഹിച്ചില്ല, ഞങ്ങളെ അങ്ങ് സ്നേഹിച്ചതാ. താങ്ക് യു സോ മച്ച് യേശു. നന്ദി പിതാ കർത്താവ്. ലോകത്തിൽ നിന്ന് ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്തതിനായിട്ട്, ലോകത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ അങ്ങേക്കായിട്ട് മാറ്റിയതിനായിട്ട് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിനാമി. ആർക്കും വേണമെങ്കിൽ അങ്ങയുടെ അടുത്തേക്ക് വരാം കർത്താവെ. അങ്ങയുടെ ഹൃദയവും അങ്ങയുടെ കൈകളും ഓപ്പൺ എപ്പോഴും. ആർക്കും വേണമെങ്കിൽ കർത്താവ്, ലോകത്തുള്ള വ്യക്തികളോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരെ കണ്ണുകളും തുറക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിനാമേ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം യേശുവിൻ നാമത്തിൽ. ആമേൻ. നമുക്കിന്ന് പുറപ്പാടിലേക്ക് പോകാം. പുറപ്പാടിന്റെ 33 ചാപ്റ്ററിന്റെ 12 തൊട്ട് 17 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. അപ്പൊ നമുക്കറിയാം, ദൈവം മോസസ് വഴി ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുന്നു. വിൽഡർനെസ്സിൽ കൂടെ, മരുഭൂമിയിൽ കൂടെ അവർ നടത്തുന്നു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് പെട്ടെന്ന് യുദ്ധമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ തിരിഞ്ഞു പോകാൻ, തിരിച്ച് ഈജിപ്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് വിൽഡർനെസ് വഴി, മരുഭൂമി വഴിയുള്ള വഴിയാണ് നല്ലതെന്ന് ദൈവത്തിന് മനസ്സിലാകുന്നു. മനസ്സിലാവുന്നല്ല, ദൈവത്തിന് അറിയാം അല്ല. ദൈവത്തിന് മനസ്സിലാവേണ്ട കാര്യമില്ല, ദൈവത്തിനെല്ലാം അറിയാം. അപ്പൊ അതുകൊണ്ട് അവരെ വിൽഡർനെസ് വഴി, മരുഭൂമി വഴിയുള്ള വഴിയൊക്കെ കൊണ്ടുവരുവാണ് ദൈവം. അപ്പോ അങ്ങനെയാകുമ്പോ നമുക്കറിയാം, മോസസ് ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോസസിന്, ഞങ്ങളെ നയിച്ചുകൊണ്ട് വന്ന മോസസിന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ആരോനെ പിരികേറ്റിയിട്ട് ഇസ്രായേൽ മക്കള് ഗോൾഡൻ ക്യാഫ്, സ്വർണം കൊണ്ടുള്ള ഒരു പശുവിനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് ചുറ്റും ഓടി നടക്കുന്ന കാര്യം എല്ലാം അറിയാം. അപ്പൊ ദൈവം ഇങ്ങനെ പറയുവാണ്, ഞാൻ നിങ്ങളോട് വരുത്താം, നിങ്ങള് കനാനിലേക്ക് പൊക്കോളൂ, ഞാൻ എൻ്റെ ഏഞ്ചലിനെ വിടാം നിങ്ങളുടെ കൂടെ, നിങ്ങൾക്കുള്ള വഴി ഒരുക്കി തരും, എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ വരത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ നശിപ്പിക്കും. കാരണം നിങ്ങളുടെ കയ്യിലിപ്പോൾ മോശമാണ്. പക്ഷെ അപ്പോൾ മോസസ് എന്താ പറയുക, അവർക്ക് ഗ്യാപ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി സംസാരിക്കുന്ന പോലെ തന്നെ, പിതാവ് ഈ മനുഷ്യരെ നശിപ്പിച്ച് കളയരുത് അല്ലെ. ഇങ്ങനെ അത് തന്നെയാണ് യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാവ് ഈ മനുഷ്യരെ നശിപ്പിച്ച് കളയരുത്. മനുഷ്യ രാശിക്കും ദൈവത്തിനും ഇടയിൽ നിൽക്കുന്ന ഒറ്റ മീഡിയേറ്റർ മാത്രമേ ഉള്ളൂ. ആ മീഡിയേറ്ററിനെ എന്താ പറയുക, അതിന്റെ ഒരു യേശുക്രിസ്തു എന്ന ദൈവത്തിന്റെ ഒരു സിമ്പല് പോലെയാണ് എന്താ പറയുന്നത്, മോശ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ മോശ ദൈവത്തിനും ഇസ്രായേൽ മക്കൾക്കും ഇടയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങനെ പറയരുത് അല്ലെ, അങ്ങ് തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് അല്ലെ, എന്നെ അറിയാമെന്നുള്ളത്. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. 12 തൊട്ട് 17 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുന്നു നീ അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ.
ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണമേ. അതിന് ഞാൻ എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളിച്ചെയ്തു. അതിന് അവൻ ഇല്ലേ, അവൻ എന്ന് പറയുമ്പോൾ ദൈവം, അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് വിടുവിക്കരുതേ. എന്നോട് നിന്റെ ജനത്തോട് കൃപ ഉണ്ടെന്നുള്ളത് എന്തിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു എന്ന് അരുളിച്ചെയ്തു. അപ്പൊ ഇവിടെ മോസസ് ഇങ്ങനെ പറയുവാണ്. മോസസ് ഗ്യാപ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിനും എന്താ പറയുക, മനുഷ്യർക്ക്, അതായത് ഇസ്രായേൽ മക്കൾക്കും ഇടയിലുള്ള ഗ്യാപ്പിൽ നിന്നോട് സംസാരിക്കുക. ദൈവമേ, അങ്ങ് എന്നോട് പറഞ്ഞിരിക്കുക, എന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന്, അല്ലെ? ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു എന്നാൽ പറഞ്ഞു, എനിക്ക് നിന്റെ പേര് കൊണ്ട് തന്നെ അറിയാം, അല്ലെ? ഐ നോ യു ബൈ യുവർ നെയിം എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്ന് വെച്ചാൽ അടുത്തറിഞ്ഞിരിക്കുക ദൈവം മോസസിന്. അപ്പൊ മോസസ് പറയുവാണ്, ദൈവമേ, അങ്ങ് അങ്ങനെ പറഞ്ഞിരിക്കുക, എന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക, എന്നെ അറിയാം, എന്നെ വളരെയധികം അടുത്തറിയാം എന്ന് അങ്ങനെ ആയതുകൊണ്ട് അങ്ങയുടെ വഴി എന്നെ കാണിച്ചു തരണമേ. അത് തന്നെയല്ല, ഞങ്ങളുടെ കൂടെ വരികയും വേണം, അല്ലെ? അപ്പൊ ഇവിടെ 14ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നും അരുളിച്ചു. അപ്പൊ ദൈവം പറയും, ഞാൻ നിന്റെ കൂടെ വരും. മോസസിനോട് പറയും, ഞാൻ നിന്റെ കൂടെ വരും, നിനക്ക് സ്വസ്ഥത വരും. പക്ഷെ മോസസ് 15ാമത്തെ വാക്ക് പറയുക, തിരുസാന്നിധ്യം എന്നോടുകൂടെ, ഞങ്ങളുടെ കൂടെ പോലെ. ഈ NKJV പോലത്തുള്ള, അല്ലെ KJV പോലുള്ള വെർഷനിലേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക, ഞങ്ങളുടെ കൂടെ വരണം, അല്ലെ? ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ ഞങ്ങൾ പോകത്തില്ല എന്ന് പറഞ്ഞിരിക്കുക. അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ തന്നെയല്ല, മോസസ് പറയാ, അങ്ങ് ഞങ്ങളുടെ കൂടെ, ഇസ്രായേൽ ജനത്തിന്റെ കൂടെ വരണം. അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ കൂടെ എന്റെയും അങ്ങയുടെ ജനത്തിന്റെയും കൂടെ അങ്ങ് ഉണ്ടായില്ലെങ്കിൽ, അങ്ങയുടെ കൃപ ഇല്ലെങ്കിൽ ഞങ്ങളെയും ഈ ലോകത്തെയും തമ്മിൽ തരംതിരിക്കുന്ന, ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്, അല്ലെ? ഞങ്ങൾ ഈ ലോകത്തിൽ നിന്ന് എങ്ങനെയാണ് ലോകത്തുള്ള ജനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമുള്ള വ്യക്തികൾ ആയിത്തീരുന്നത്? അല്ലെ? അങ്ങയുടെ പ്രസൻസ് ആണ്. അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നില്ല. 16ാമത്തെ വാക്യം, എന്നോടും നിന്റെ ജനത്തോടും കൂടെ കൃപ ഉണ്ടെന്നുള്ളത് എന്തിനാൽ അറിയാം? നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനം ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷവും ഉള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പറയുക, ഈ ലോകത്തിൽ ഉള്ള സകല മനുഷ്യരിലും വെച്ച് ഞങ്ങള് സ്പെഷ്യാലിറ്റി ഉള്ളവരാണെങ്കിൽ, ആണെന്ന് ലോകം അറിയണമെങ്കിൽ, അല്ലെ? ഞങ്ങൾ അവരെ പോലെ ഉള്ളവരല്ല, വ്യത്യസ്തരാണ് എന്ന് ലോകം അറിയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയുടെ പ്രസൻസ് ഞങ്ങളുടെ കൂടെ പോരുമ്പോഴാണ്. അങ്ങയുടെ പ്രസൻസ് ഞങ്ങളുടെ ഒപ്പം ഇല്ലെങ്കിൽ ഞങ്ങളും അവരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, അല്ലെ? എന്നാ മോസസ് പറയുന്നത്. അപ്പൊ അത് കേട്ട ഉടനെ ദൈവം പറയുക, 17ാമത്തെ വാക്ക്, നീ പറഞ്ഞ ഈ വാക്കുകൾ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്റെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു എന്ന് അരുളിച്ചത്. അപ്പൊ ദൈവം ഇമ്മീഡിയറ്റ്ലി തന്നെ പറയുവാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നീ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ പോരും. നേരത്തെ കുറച്ചു മുമ്പേ ദൈവം പറഞ്ഞതേ ഉള്ളൂ, ഇല്ല ഞാൻ നിങ്ങളോട് പോരത്തില്ല. കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ കൂടെ ഞാൻ വന്നു കഴിഞ്ഞ് നിങ്ങളെ നശിപ്പിച്ചു കളയും, കാരണം നിങ്ങളുടെ പെരുമാറ്റം അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ദൈവം ഉടനെ തന്നെ പറയും, അങ്ങനെയല്ല, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഇല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പോരാം എന്ന് വെച്ചു കഴിഞ്ഞാല്, മോസസിനോട് കൃപ തോന്നിയിരിക്കുന്ന ദൈവത്തിന് അത് വാസ്തവം. അതിനേക്കാൾ ഉപരിയായിട്ട് തന്റെ ജനത്തിന്റെ ഒപ്പം ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് ദൈവം, അല്ലെ? യേശുക്രിസ്തു സ്വന്തം ജനത്തിന്റെ കൂടെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, ദൈവം മനുഷ്യന്റെ രൂപം പ്രാപിച്ചിട്ട് ടാബർനാക്കിൾ എമംഗ് അസ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഇടയിൽ വന്ന് വസിച്ചു, അല്ലെ? എന്നാ പറഞ്ഞിരിക്കുന്നത്. കാരണം മനുഷ്യരുടെ ഇടയിൽ വസിക്കാൻ താല്പര്യപ്പെടുന്ന ദൈവമാണ് നമ്മുടെ യഹോവ തന്നെയാണ് യേശുവ, ജീസസ് ക്രൈസ്റ്റ്, അല്ലെ? ദൈവം നമ്മുടെ ഒപ്പം വസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. സകല വിധത്തിലുള്ള ദൈവങ്ങൾ നമ്മൾ കേൾക്കുന്ന ലോകത്തുള്ള ദൈവങ്ങളൊക്കെ മനുഷ്യരുടെ ഇടയിൽ വന്ന് താമസിക്കാൻ, വസിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളല്ല. പക്ഷെ 33 വർഷം മനുഷ്യന്റെ രൂപത്തിൽ ലോകത്തുണ്ടായിരുന്ന ഒരു ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ പേരാണ് യേശുക്രിസ്തു, ജീവിക്കുന്നവനായ സത്യദൈവം, അല്ലെ? യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ മോസസ് ഒരു
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയും അവിടെ. ഇങ്ങനെ പറയുക, അങ്ങയുടെ പ്രസൻസ് ഞങ്ങളുടെ കൂടെ പോയില്ല. 16ാമത്തെ വാക്ക്, അങ്ങയുടെ പ്രസൻസ് ഞങ്ങളുടെ പോയില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ മറ്റുള്ളവരും ഈ ലോകത്തുനിന്ന് വ്യത്യസ്തരായിരിക്കും. അപ്പൊ നമ്മളെ വ്യത്യസ്തരാക്കുന്നത് ദൈവത്തിന്റെ പ്രസൻസ് ആണ്, അല്ലെ? ദൈവത്തിന്റെ സാന്നിധ്യം, നമ്മുടെ ജീവിതത്തിലുള്ള ദൈവ സാന്നിധ്യം, അതാണ് നമ്മളെ ഈ ലോകത്തിൽ നിന്നുള്ളവരുമായിട്ട് വ്യത്യസ്തപ്പെടുന്നത്, അല്ലെ? പ്പെടുത്തുന്ന കാര്യം അത് മാത്രമേ ഉള്ളൂ. യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ യേശുവിന്റെ പ്രസൻസ് നമ്മുടെ ഒപ്പം ഉള്ളതാണ് ഈ ലോകവുമായിട്ട് നമ്മളെ തരംതിരിക്കുന്നതിന്റെ കാരണം. അപ്പൊ ഇനി അടുത്ത കാര്യം പറയട്ടെ. ദൈവത്തിന്റെ പ്രസൻസ് ഇസ്രായേൽ മക്കളുടെ കൂടെ എന്നും ഉണ്ടായിരുന്നു. രാവിലെ കാലങ്ങളില്, പകൽക്കാലങ്ങളില് പില്ലർ ഓഫ് ക്ലൗഡ് ആയിട്ടും മേഘസ്തംഭമായിട്ടും, അല്ലെ, രാത്രി കാലത്ത് അഗ്നിസ്തംഭമായിട്ട് ദൈവം കൂടെ ഉണ്ടായിരുന്നു. പില്ലർ ഓഫ് ഫയർ ആയിട്ട് ദൈവം എന്നും കൂടെ ഉണ്ടായിരുന്നു. ഏത് നേരം 24/7 ഉണ്ടായിരുന്നു. അവർ ട്രാവൽ ചെയ്യുമ്പോൾ മൊത്തം ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചു പേർക്ക് മാത്രം, മോസസിനും ആരിനും കേലബിനും ജോഷുവയ്ക്കും ഒക്കെ അങ്ങനെ കുറച്ചു പേർക്ക് മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ പ്രസൻസ് അവരുടെ ജീവിതത്തെ മാറ്റിയുള്ളൂ. ദൈവത്തിന്റെ പ്രസൻസ് അവരെ ദൈവമായിട്ട് അടുപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഇവിടെ മോസസ് ഇങ്ങനെ പറഞ്ഞിരിക്കുക, എന്താ പറയുക, അങ്ങ് എന്നോട് പറഞ്ഞല്ലോ, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുമെന്നും ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആയാണെങ്കിൽ എന്താ, എന്നെ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ. വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ ആരെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ രീതികൾ എന്താണ്, അങ്ങയുടെ ഇഷ്ടം എന്താണ്, അങ്ങയുടെ ഹൃദയം, അങ്ങനെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ അങ്ങനെയാകുമ്പോ ഇനി എന്റെ മുമ്പോട്ടുള്ള ജീവിതം ഞാൻ ജീവിക്കുന്നത് അങ്ങ് ഇഷ്ടമുള്ള പോലെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നത്, പക്ഷെ കുറേയും കൂടെ അങ്ങനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ ആയിരിക്കുമല്ലോ, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസസിന് ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കണം എപ്പോഴും. അതാണ് മോസസിന്റെ ആഗ്രഹം. കേലബിനും ജോഷുവയ്ക്കും എല്ലാം, അവർക്കെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഈസി ആയിരുന്നു ഗോൾഡൻ ക്യാഫിന്, അല്ലെ, എന്താ പറയുക, ആ സ്വർണം കൊണ്ടുള്ള പശുവിനെ ഉണ്ടാക്കാൻ, അതിന് ചുറ്റോടി ഓടി നടന്ന് കളിക്കാൻ അവർക്ക് വളരെ ഈസി ആയിരുന്നു, അല്ലെ? 20ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 10 കൽപ്പന കൊടുത്തിരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? 10 കൽപ്പനയിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക, ഞാനല്ല വേറൊരു ദൈവം ഉണ്ടാകരുതെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് അവര് ഓൾറെഡി എഗ്രി ചെയ്തതാണ്, അല്ലെ? ദൈവം പറഞ്ഞതിനോടെല്ലാം ഞങ്ങള് അനുയോജിക്കുന്നു, ഞങ്ങള് എഗ്രി ചെയ്യുന്നു പറഞ്ഞിരുന്ന ആൾക്കാർ പിന്നെ പെട്ടെന്ന്, അല്ലെ, കുറച്ചു 2 പശുക്കളെ ഉണ്ടാക്കിയിട്ട്, സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിട്ട് അവർ പറയുക, നിങ്ങളാണ് ഞങ്ങളെ റെഡ് സീ ക്രോസ് ചെയ്ത് കൊണ്ടുവന്നൊക്കെ. എങ്ങനെയൊക്കെ അങ്ങനെ പറയാൻ തോന്നും, അല്ലെ? അപ്പൊ അങ്ങനെ പറയാൻ അവർക്ക് ഈസി ആയിട്ട് പറ്റി. അതിനുശേഷം അവര് മാറാൻ വേണ്ടി, അവരുടെ ഹൃദയം മാറാൻ വേണ്ടി, സ്വഭാവം മാറാൻ വേണ്ടി അവർ ശ്രമിച്ചില്ല എന്ന് വാസ്തവം. എന്നും കുറ്റപ്പെടുത്തി, എന്നും എന്താ പറയുക, അങ്കലാപ്പും എല്ലാത്തിനും പരിഭ്രമവും അങ്ങനെയൊക്കെ ആയി നടന്ന വ്യക്തികളായിരുന്നു ഇസ്രായേലിലെ അന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന മുതിർന്ന ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ പ്രസൻസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു വാസ്തവം. ദൈവത്തിന്റെ പ്രസൻസ് ഇസ്രായേൽ എന്നുള്ള ജനതയെ പറ്റി മറ്റുള്ളവർക്ക് ഒരു പേടി ഉണ്ടാക്കി, അല്ലെ? അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ ഇടയിൽ ഒരു പേടി ഉണ്ടാക്കി. ഇപ്പൊ രാഹാബ്, നമ്മള് ജോഷുവയ്ക്ക് 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ തന്നെ പറയുന്നു, രാഹാബ് പറയുന്നുണ്ട്, എന്താ പറയുക, നിങ്ങള് എന്താ പറയുക, നിങ്ങളെ ഫെയിം ഞങ്ങൾ കേട്ടിരിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ കേട്ടിരിക്കുമല്ലോ. അത് കേട്ടുകൊണ്ട് തന്നെ, അല്ലെ, റെഡ് സീ പാർട്ട് ചെയ്യുന്നതിനെ പറ്റിയും മൊറൈറ്റ്സ് ആയിട്ടുള്ള 2 രാജാക്കന്മാരെ ദൈവം കൊല്ലുന്ന കാര്യം, അവരോട് എന്താണ് ചെയ്യുന്നുള്ള കാര്യം എല്ലാം ഞങ്ങൾ കേട്ടിരിക്കുക. അത് കേട്ടോണ്ട് തന്നെ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങൾക്ക് ഭയപ്പെട്ടിരിക്കുക ഞങ്ങൾ എന്നാ പറഞ്ഞിരിക്കുക. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ജീവിക്കുന്ന ദൈവം കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു പ്രസൻസ് അവരുടെ കൂടെ ഉണ്ടെന്നുള്ള കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ചുറ്റുമുള്ള അവരുടെ ശത്രുക്കൾക്ക് പേടിയായിരിക്കും. അപ്പൊ ദൈവത്തിന്റെ പ്രസൻസ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുമ്പോൾ അതാണ് ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പോ ദൈവം യേശുക്രിസ്തു വിശ്വസിക്കുന്ന വ്യക്തികൾ, അതായത് നമ്മളെ പറ്റി, ചർച്ചിനെ പറ്റി വിചാരിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇസ്രായേൽ മക്കളെ പോലെ ദൈവത്തിന്റെ പ്രസൻസിലായിട്ട് പോലും, അല്ലെ, എന്നിട്ടും നശിച്ചു പോകുന്ന വ്യക്തികൾ അങ്ങനെ ആകരുത് എന്നുള്ള ദൈവത്തിന്റെ ഒരു തീരുമാനമാണ്, അല്ലെ? ദൈവത്തിന്റെ ആഗ്രഹമാണ്, ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ്
ജീസസ് ക്രൈസ്റ്റ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തേക്ക് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 16-ഉം 17-ഉം വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും, അല്ലെ? ഞാൻ പിതാവിനോട് ചോദിക്കും, നിങ്ങൾ കാര്യസ്ഥനെ തരാൻ, നിങ്ങൾക്ക് ഹെൽപ്പറെ തരാൻ ഹെൽപ്പർ എന്ന സത്യത്തിന്റെ ആത്മാവ് നിങ്ങളോട് എന്നും ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രസൻസ് നമ്മുടെ ഒപ്പം എന്നും ഉണ്ടായിരിക്കണം. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡാണ്. ആ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എന്നും ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. തന്റെ മക്കളുടെ കൂടെ എന്നും ദൈവം ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കും. അപ്പൊ അതിനായിട്ട് യേശുക്രിസ്തു പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി, അല്ലെ, എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യസ്ഥനെ ഞാൻ അയക്കുന്നു, പിതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും, പിതാവ് അയക്കും, ആ സത്യത്തിന്റെ ആത്മാവ് ഹോളി സ്പിരിറ്റ് ഗോഡ് നിങ്ങളോട് എന്നും ഉണ്ടായിരിക്കും. 17-ാമത്തെ വാക്ക് പറയും, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകയാൽ അവർക്ക് അവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അപ്പോ ദൈവം ഹോളി സ്പിരിറ്റ് ഗോഡ് ലോകത്തിലേക്ക് വിട്ടിരിക്കുക. ഒന്നാമതായിട്ട് നമ്മുടെ കൂടെ വസിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ മക്കൾ എങ്ങനെയായിരുന്നു, ഇസ്രായേൽ മക്കളുടെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒപ്പം സാന്നിധ്യം ഇരിക്കുന്നതിന് വേണ്ടി, പിന്നെ ഇസ്രായേൽ മക്കൾക്ക് ഇല്ലാതിരുന്ന ഒരു പ്രിവിലേജ് കൂടെ ദൈവം നമുക്ക് തരുമെന്ന്, നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കും. അവരുടെ ഉള്ളിൽ ദൈവം ഉണ്ടായിരുന്നില്ല, അല്ലെ? പക്ഷെ അവരുടെ ഉള്ളിൽ ദൈവം ഉണ്ടായിരുന്നില്ല, ഹോളി സ്പിരിറ്റ് ഗോഡ് വസിച്ചില്ല എന്നുള്ള വാസ്തവം. പക്ഷെ എന്നിട്ടും കൂടെ കേലബിനും ജോഷയ്ക്കും മോസസിനും ആരിനും ഒക്കെ നേരെ ചൊവ്വ ജീവിക്കാൻ പറ്റുമായിരുന്നല്ലോ, അല്ലെ? ദൈവത്തിന്റെ വഴിയിൽ കൂടെ ജീവിക്കാൻ സാധിക്കുമെന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ദൈവം അവരെ ഹെൽപ്പ് ചെയ്യുവാണ്. ദൈവം ഹെൽപ്പ് ചെയ്യണം, ഹോളി സ്പിരിറ്റ് ഗോഡ് അവരെ ഹെൽപ്പ് ചെയ്യണം. ദൈവത്തിന്റെ വഴി, ദൈവത്തിന്റെ ട്രാക്കിൽ തന്നെ ആയിരിക്കും ഹെൽപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇസ്രായേൽ മക്കൾ മരിച്ചു വീണത് പോലെ നമ്മൾ വീണു പോകാതിരിക്കാൻ വേണ്ടി, നമ്മുടെ ഹൃദയത്തിന് മാറ്റം വേണ്ടി, നമ്മുടെ ജീവിത ശൈലിക്ക് മാറ്റം വരുത്താൻ വേണ്ടി, നമ്മൾ ദൈവത്തിന്റെ വഴി കൂടെ നടത്തുന്ന വേണ്ടി, നമ്മളെ ടീച്ച് ചെയ്യിക്കുന്നതിന് വേണ്ടി, അല്ലെ, നമുക്ക് അനോയിന്റിങ് ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നിരിക്കുവാണ്, അല്ലെ? അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അനോയിന്റിങ് നമ്മളെ പഠിപ്പിക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. 1-ാമത്തെ ജോണില് യോഹന്നാൻ എഴുതിയ എപ്പിസലിന്റെ അകത്ത് 2-ാമത്തെ ചാപ്റ്ററിൽ അങ്ങനെ പറഞ്ഞിരിക്കും, 27-ാമത്തെ വാക്ക്. അപ്പൊ ഇവിടെ ദൈവം നമ്മൾ പറഞ്ഞിരിക്കുക, സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, പ്രസൻസ് ഉണ്ടാവും, നിങ്ങളുടെ ഉള്ളിലും വസിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മളെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ അരോമയായിരിക്കണം പിതാവിന് എന്നാണ് 2-ാമത്തെ കൊരിന്ത്യർ ലേഖനത്തില് 2-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മള് എന്താ പറയുന്നത്, യേശുക്രിസ്തുവിന്റെ അരോമയായിരിക്കും ഈ ലോകത്ത്, അല്ലെ? ആ അരോമ എന്ന് പറയുമ്പോൾ ആ സുഗന്ധം എന്ന് പറയുന്നത്, അത് യേശുവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ജീവന്റെ സുഗന്ധമാണെങ്കിൽ, യേശുവിൽ വിശ്വസിക്കാതിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് മരണത്തിന്റെ സുഗന്ധമാണ്. വേറെ കാര്യം, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ? പക്ഷെ നമ്മൾ സുഗന്ധമായിരിക്കണം എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോകം അറിയണം നമ്മൾ ഡിഫറന്റ് ആണ്. ലോകം അറിയണം നമ്മൾ ഡിഫറെന്റ് ആണ്, അല്ലെ? അത് ദൈവത്തിന്റെ പ്രസൻസ് എക്സിബിറ്റ് ചെയ്യുന്ന വഴി. അപ്പൊ ഇങ്ങനെയാണ് യേശുവിനെ പോലെ ആവുന്ന വഴി, യേശുവിനെ പോലെ ആവുന്ന വഴി, അല്ലെ? ഇങ്ങനെയാണ് പറയുന്നത്, യേശുവിനെ പോലെ ആയിത്തീരുന്നത് വഴി. അതിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലെ? ഇപ്പൊ യേശു എങ്ങനെയായിരുന്നു, യേശു ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെ? മിറക്കിൾസ് ചെയ്തിട്ടുണ്ട്. യേശു തന്റെ മിനിസ്ട്രിയിൽ മിറക്കിൾ ചെയ്തിട്ടുണ്ട്, ഹീലിംഗ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ വിശ്വാസവും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ, 14-ാമത്തെ ചാപ്റ്റർ ജോൺ തന്നെ പറഞ്ഞ 12-ാമത്തെ വാക്ക് ഇങ്ങനെയുള്ള പറഞ്ഞു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവര് എന്താ പറയുക, ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യും, ഞാൻ പിതാവിന്റെ അടുക്ക പോകുന്നുണ്ട്, അതിലും വലിയത് അവൻ ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ആൾക്കാർ യേശുക്രിസ്തു ചെയ്തതിനേക്കാളും കൂടുതൽ വർക്ക് ചെയ്യും എന്ന് ദൈവം പറഞ്ഞിരിക്കുവാണ്. അപ്പൊ അങ്ങനെ ലോകത്തുള്ള മനുഷ്യർ അറിയും. ഇത് വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണല്ലോ. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാല്, യേശുക്രിസ്തുവിന്റെ ക്യാരക്ടർ നമ്മൾ എക്സിബിറ്റ് ചെയ്യുമ്പോൾ, യേശുവിന്റെ സ്വഭാവം നമ്മൾ എക്സിബിറ്റ് ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ മഹിമ നമ്മളെ കൂടെ വെളിപ്പെടുമ്പോൾ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കാപട്യമില്ലാഴിക, ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ആ എന്താ പറയാ കാപട്യമില്ലാഴിക, കരുണയുള്ള ഹൃദയമുള്ള, സമാധാനം വിതയ്ക്കുന്നവനായിരിക്കുക, അല്ലെ? ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന വ്യക്തിയാണ് യേശുക്രിസ്തു. അപ്പൊ അങ്ങനെയുള്ള സ്വഭാവം, ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ വഴി എക്സിബിറ്റ് ചെയ്യുമ്പോൾ, അല്ലെ, നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണ് എന്നാണ് കാണിക്കുന്നത്, അല്ലെ?
അല്ലെ? അപ്പൊ അതിനായിട്ട് നമ്മൾക്ക് ഹോളി സ്പിരിറ്റ് ഗോഡിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുകയാണ്. ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ് അല്ലെ? ആത്മാവിന്റെ ഫലങ്ങൾ കായ്ക്കുന്ന വ്യക്തികളായിരിക്കും. ആത്മാവിന്റെ ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞാല് സ്നേഹമാണ്. സ്നേഹത്തിൽ നിന്നുള്ളതാണ് ബാക്കിയെല്ലാം വരുന്നത് അല്ലെ? സ്നേഹം ക്ഷമയാണ്, സ്നേഹം സെൽഫിഷ് അല്ല, സ്നേഹം കരുണ കാണിക്കുന്നു, അങ്ങനെ അങ്ങനെ അല്ലെ? അപ്പൊ സെൽഫ് സീക്കിംഗ് അല്ല, പ്രൗഡ് അല്ല അല്ലെ? നമുക്കറിയാം 1 കൊരിന്ത്യരുടെ 13 ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ, ഫലം എന്ന് പറയുമ്പോൾ ലവ് ആണ് ആദ്യത്തേത്. അതിൽ നിന്നാണ് ബാക്കിയെല്ലാം സ്വഭാവം നമുക്ക് കിട്ടുന്നില്ല. സ്നേഹവും ബഹുമാനവും പിന്നെ അഹങ്കാരം ഇല്ലാത്തവരായിരിക്കും, ദീർഘക്ഷമയുള്ളവരായിരിക്കും, അതൊക്കെ ചെയ്യുന്ന സ്നേഹത്തിൽ നിന്ന് വരുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുക. അതിനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് തന്നിരിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹിതമായിട്ട് നമ്മുടെ ഹിതത്തെ നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മുടെ ഹിതത്തെ കംപ്ലീറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ വില്ലിനെ കംപ്ലീറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ, ഹോളി സ്പിരിറ്റ് ഗോഡുമായിട്ട് നമ്മൾ അലൈൻഡ് ആയിരിക്കുമ്പോൾ, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ക്യാരക്ടറാണ് നമ്മൾ ലോകത്തിൽ എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ യേശുക്രിസ്തു ചെയ്യുന്ന പോലെ അല്ലെ? പിന്നെ സ്വഭാവം യേശുക്രിസ്തുവിനെ പോലെ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള സ്വഭാവം ഉള്ള വ്യക്തികളായിരിക്കും അല്ലെ? കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ലോകത്തിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ ലോകത്തു നിന്ന് ഡിഫറെന്റ് ആയിരിക്കും. അല്ലാതെ നമ്മൊന്ന് വിചാരിച്ചു ചില നമ്മളിപ്പോ റീസെന്റ് ഒക്കെ ആയിട്ട് പലരെയും, പല പാസ്റ്റർമാരെ പറ്റി, വലിയ നിലയിൽ നിന്ന പാസ്റ്റർമാരെ പറ്റിയൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ഒരുപാട് പ്രീച്ച് ചെയ്യായിരുന്നു, ഒരുപാട് ഹീലിംഗ് കാര്യങ്ങളൊക്കെ, ഒരുപാട് കാസ്റ്റിംഗ് ഔട്ട് ഡീമൺസ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് സ്വർഗത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മിക്കവാറും ആൾക്കാർ ഇങ്ങനെ വീണ് പോയിരിക്കുന്നു എന്നുള്ള അവസ്ഥ നമ്മൾ കാണുന്നു അല്ലെ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഫിലിപ്പിയൻസിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയാകുമ്പോ വീണു പോകുന്നു എന്നുള്ള കാര്യം, ഒരുപാട് ദൈവത്തിന്റെ മക്കൾ വീണു പോയിരിക്കുന്ന ഒരു അവസ്ഥയെ കാണുന്നു അല്ലെ? അപ്പൊ ദൈവം അതിനായിട്ടല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ലോകത്തിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് യേശുവിന്റെ ക്യാരക്ടറും സ്വഭാവവും ക്യാരക്ടറൊക്കെ നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെ? ഈ എല്ലാ ക്രിയേഷനും എന്താ പറയുക, ദൈവപുത്രന്മാരുടെ മാനിഫെസ്റ്റേഷന് വേണ്ടി ഇങ്ങനെ ഗ്രോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞെരങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാ പറഞ്ഞിരിക്കുക. അതിനായിട്ട് നമ്മളെ തന്നെ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നവരായിരിക്കും. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ നയിച്ചാൽ, ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ എന്താ പറയണേ, ചേഞ്ച് വരുത്തെങ്കിൽ മാത്രമേ നമുക്ക് ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. അതിനായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക്. എങ്കിലും വലിയ കാര്യം നടക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടം പ്രകാരമായിട്ടുള്ള ജീവിതം ജീവിക്കുന്നെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. നാട്ടുകാർ നോക്കുമ്പോൾ നമ്മളിതേ നാട്ടുകാരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു വ്യത്യാസവും ആകപ്പാടെ നമ്മൾ പറയുന്നത് മാത്രമല്ല, ഞാൻ യേശുക്രിസ്തു വിശ്വസിക്കുന്ന വ്യക്തി, ഞാൻ ക്രിസ്ത്യാനിയെന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് മാത്രമേ കാണത്തുള്ളൂ. ബാക്കി ഒരു ഡിഫറൻസും ഉണ്ടാകത്തില്ല. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കിയേ. അപ്പൊ അത് അങ്ങനെ ആയിരിക്കണം നമ്മൾ യേശുവിനെ പോലെ ആയിരിക്കണം. അപ്പൊ അതിനെപ്പറ്റി പറയുന്നത്, അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം, നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം, അതായിരിക്കട്ടെ നമ്മളെ ഡിഫറെന്റ് ആക്കുന്നത്, മറ്റുള്ള വ്യത്യസ്തരാക്കുന്നത് ഈ ലോകത്തിൽ നിന്നുള്ളത് അല്ലെ? ദൈവത്തിന്റെ സാന്നിധ്യം വെറും വാക്കിലല്ല, ജീവിതത്തില് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അല്ലെ, നല്ല പ്രവർത്തികൾ അല്ലെ, മറ്റുള്ളവർക്ക് എന്താ പറയാ, ഒരു ഹെൽപ്പായിട്ട് ജീവിക്കുന്നതില്, അങ്ങനെയൊക്കെ ആയിരിക്കട്ടെ ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള പൊങ്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ സ്നേഹത്തിനായിട്ട്, അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ലോർഡ് ഫാദർ, അങ്ങയുടെ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി കിങ്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഫോർ, ഓ ലോർഡ് ജീസസ് മാസ്റ്റർ, ഞങ്ങളുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ ജീവിക്കാതെ അങ്ങയുടെ പ്രസൻസിൽ ജീവിക്കുന്നവർ, അങ്ങയുടെ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ. യേശുവിൻ നാമത്തിൽ താങ്ക് യു ജീസസ് മാസ്റ്റർ. ലോകം ഞങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് അങ്ങനെ ആയിരിക്കട്ടെ കർത്താവ്, ഞങ്ങളെ ആകാതിരിക്കട്ടെ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥന അനുഗ്രഹിക്കുന്ന നീ ഏറ്റവും ദൈവത്തെ മാത്രം ഉണ്ടാകട്ടെ.